വിഷ്വലൈസ് ചെയ്യുന്നതും അതിൻ്റെ എഡിറ്റിങ്സും ഒക്കെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡോറുണ്ട്, ഇവിടെ താഴെ വിൻഡോ ഉണ്ട്. ഇത് ഓൾറെഡി ഇതിലുള്ള 3Dയിലുള്ള ഡോർസും വിൻഡോസാണ്. ജസ്റ്റ് ഞാനിതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഡോറ് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പിവട്ട് ഉണ്ട്, സ്ലൈഡിങ് ഉണ്ട്, ബിയർ ഫോൾഡ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പിലുള്ള ഡോറാണ് ഉള്ളത്. ഓക്കെ, ഞാനിപ്പം പെർസ്പെക്റ്റീവിൽ ഇട്ടിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ പിവട്ടുള്ള ഡോർ എടുക്കും. എന്നിട്ട് ഇപ്പോൾ നമുക്കിവിടെ വിഡ്ത്ത്, ഡെപ്ത്ത്, ഹൈറ്റ് ഇതിലാണ് കിടക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് കൊടുക്കും, പിന്നെ ഡെപ്ത്ത് കൊടുക്കും, പിന്നെ ഹൈറ്റ് കൊടുക്കും. ഓക്കെ, അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത് ഇതിങ്ങനെ മാറിയിട്ടുള്ള ഓപ്ഷനാണ് വരുന്നത്. എന്നിട്ട് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരാമീറ്റേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷനിൽ ഇട്ടിട്ട് ഇങ്ങനെ ഹൈറ്റ് ഇപ്പോൾ ഇതിൽ നമുക്കിനി ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് വിഡ്ത്ത് ഒരു 100 കൊടുക്കാം, വിഡ്ത്ത് ഒരു 7, ഹൈറ്റ് നമുക്കൊരു 210 ഹൈറ്റാണ് കൊടുക്കുക, 210 ആണ്. ഓക്കെ, നമ്മുടെ ഡോറുടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ ഡോർ ഉണ്ട്, ഫ്ലിപ്പ് സിങ് ഉണ്ട്, ഫ്ലിപ്പ് ഹിഞ്ച് 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് അത് ഓപ്പൺ ചെയ്യുന്ന രീതിയാണ് ഇതിൽ കാണുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ ഡബിൾ ഡോർ എടുത്തിട്ട് ഞാൻ അപ്പോൾ കണ്ടോ ഇവിടെ 2 ഡോറിൻ്റെ ആ ഒരു പാർട്ടീഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പണിലൂടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വരും. ഇതിൽ ഫ്ലിപ്പ് സിങ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഓപ്പൺ ചെയ്യും. ഏത് ഡയറക്ഷനിലോട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ആ ഡയറക്ഷനിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിതിപ്പം ഇത് രണ്ടും ഓഫ് ചെയ്തിട്ട് ഫ്ലിപ്പ് ഹിഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സൈഡിലോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ഒറ്റ സൈഡിലോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിലെ ഫ്രെയിമിലും ഡോറിലും വരുന്ന എഡിറ്റിങ്സ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രെയിമിൻ്റെ എഡിറ്റിങ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ വിഡ്ത്ത് മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഫ്രെയിമിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ കൂടി വരും. പിന്നെ ഡെപ്ത്ത്, ഫ്രെയിമിൻ്റെ ഡെപ്ത്ത് മാറും. ഇവിടെ കണ്ടോ ടോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ചേഞ്ച് മനസ്സിലാവും. പിന്നെ ഡോർ ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ കണ്ടോ ഡോറ് എത്ര ഓഫ്സെറ്റിലാണ് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയിട്ട് നിൽക്കുന്നത്, അത് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് നമ്മുടെ ലീഫിൻ്റെ, അതായത് നമ്മുടെ പാനലിൻ്റെ എഡിറ്റിങ്സ് ആണ്, പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ തിക്നെസ് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ടോപ്പ് റെയിൽ, അതായത് ഇവിടെ നമ്മൾ പെർസ്പെക്റ്റീവിൽ ഇട്ട് കഴിഞ്ഞാൽ ടോപ്പ് റെയിലിൻ്റെ ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ആ ഒരു ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ഡിസ്റ്റൻസ്. അതുപോലെ ബോട്ടം റെയിൽ കൊടുക്കുമ്പോൾ താഴത്തു നിന്നുള്ള ആ ഒരു കട്ടിങ് കയറി വരുന്നതാണ് അത്. പിന്നെ ഇവിടെ പാനൽസ് ആണ്, അത് വരുമ്പോൾ കണ്ടോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു കട്ടിങ്ങിൻ്റെ നമ്പേഴ്സ് ഇവിടെ കൂടി വരും. അതുപോലെ തന്നെ അത് ഹൊറിസോണ്ടൽ പാനൽ, വെർട്ടിക്കൽ പാനലൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് അതിൻ്റെ തിക്നെസ്, ഉള്ളിലോട്ടേക്കുള്ള കയറി നിൽക്കുന്ന ആ ഒരു ഇത് മുള്ളിൻ്റെ തിക്നെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതൊക്കെ പോകും. പിന്നെ ഇത് ഗ്ലാസ്സിലിടുമ്പോഴാണ് ആ ഒരു ഫ്രെയിമൊക്കെ നമുക്ക് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ബിവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ബിവലിൻ്റെ ആംഗിൾ വരുമ്പോൾ ഇവിടെ കണ്ട് ഉള്ളിലോട്ടേക്കുള്ള ആ ഒരു ഡിസൈനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ തിക്നെസ് ഇങ്ങനെ നമുക്ക് കൂട്ടി കൊടുക്കാം. തിക്നെസ് ടു മറ്റേ ആ ഒരു ബിവലിൻ്റെ തിക്നെസ്, അതുപോലെ തന്നെ മിഡിലത്തെ ആ ഒരു സംഭവത്തിൻ്റെ തിക്നെസ്, അതൊക്കെ ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മളിതിനനുസരിച്ച് നമുക്ക് ഡോറ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ പിവട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. പിന്നെ വരുന്നത് സ്ലൈഡിങ് ആണ്. സെലക്ട് ചെയ്യുക, അങ്ങനെ കൊടുക്കാം. ഇതിൻ്റെ
ഹൈറ്റും വിഡ്ത്തും ഡെപ്തൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 5 വിഡ്ത്ത് 100 ഹൈറ്റ് നമുക്ക് എത്രയാണ് 210 ഹൈറ്റ് കൊടുക്കുക. ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ എഡിറ്റിങ്സൊക്കെ ഫ്ലിപ്പ് ഫ്രണ്ട് ടു ബാക്ക് കൊടുത്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആവും. ഫ്ലിപ്പ് സൈഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് ഓപ്പൺ ആവും. ഓക്കെ. പിന്നെ വരുന്നത് നേരത്തെ ചെയ്ത പോലെയുള്ള സെയിം എഡിറ്റിങ്സ് ആണ്. വിഡ്ത്ത്, അതിൻ്റെ വിഡ്ത്ത് കൂട്ടുക, ഫ്രെയിമിൻ്റെ വിഡ്ത്ത് കൂട്ടുക, കുറയ്ക്കുക, അതിൻ്റെ ഡെപ്ത്ത് കൂട്ടുക, പിന്നെ അതിൻ്റെ ഡോർ ഓഫ്സെറ്റ് ഈ ഒരു ഓഫ്സെറ്റ് ഇവിടെ ചേഞ്ച് ആക്കി കൊടുക്കുക, ഇങ്ങോട്ടേക്ക് മാറ്റുക. പിന്നെ ഇതുപോലെ തന്നെ ലീഫിൻ്റെ പാരാമീറ്റേഴ്സും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ തിക്നെസ് കൂട്ടുക, അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് റെയിലിൻ്റെ ആ ഒരു ടോപ്പിൽ നിന്നുള്ള ഓഫ്സെറ്റ്, പിന്നെ ബോട്ടം റെയിൽ ബോട്ടത്തിൽ നിന്നുള്ള ആ ഒരു ഓഫ്സെറ്റ്, പിന്നെ പാനൽ ഹൊറിസോണ്ടൽ പാനൽസ്, വെർട്ടിക്കൽ പാനൽസ് നമുക്കിങ്ങനെ കൂട്ടി കൊടുക്കാം. എന്നിട്ട് മുള്ളിയൻസിൻ്റെ തിക്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ ബിവൽ ആംഗിൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബിവൽ ആംഗിളിൻ്റെ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി വരുന്നത് BF ഫോൾഡാണ്. അതായത് ഇത് പഴയ മോഡൽ ഒരു ഡോറാണ്. ഞാൻ ഈ ഡോറ് വരച്ചു. എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഡബിൾ ഡോർ ഉണ്ട്, ഫ്ലിപ്പ് സ്വിംഗ് ഉണ്ട്, ഫ്ലിപ്പ് ഹിഞ്ച് ഉണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടു ഇങ്ങനെയാണത് ഓപ്പൺ ആവുക. ഈ പഴയ മറ്റേ കടകളുടെ ഡോറൊക്കെ ഇങ്ങനെയിരിക്കും, മരത്തിൻ്റെ ഡോർ ഇങ്ങനെയിരിക്കും. അതുപോലെ തന്നെ ഫ്ലിപ്പ് സ്വിംഗ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് ഓപ്പൺ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പിന്നെ ഇത് വരും ഫ്ലിപ്പ് ഹിഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സൈഡിലേക്ക് ഇങ്ങനെ മടങ്ങി ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഡോർ. ഇതിൻ്റെ ബാക്കിയുള്ള എഡിറ്റിങ്സ് ഒക്കെയാണ് ഫ്രെയിമിൻ്റെ തിക്നെസ്സും ഡെപ്തും അതുപോലെ തന്നെ ഡോർ ഓഫ്സെറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലും നമുക്ക് ലീഫിൻ്റെ പാരാമീറ്റേഴ്സ്, തിക്നെസ്, അതുപോലെ തന്നെ ടോപ്പ് റെയിൽ, ബോട്ടം റെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ, അതുപോലെ തന്നെ പാനൽ ഹൊറിസോണ്ടൽ, പാനൽ വെർട്ടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡോറിൽ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇതിലെ വിൻഡോ ആണ്. വിൻഡോ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ നോക്കാം. വരയ്ക്കുക, തിക്നെസ് കൊടുക്കുക, ഹൈറ്റ് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിഡ്ത്ത്, ഹൈറ്റ്, തിക്നെസ് ആകുമ്പോൾ വിഡ്ത്ത്, ഹൈറ്റ്, തിക്നെസ് അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഹൈറ്റ് 150, വിഡ്ത്ത് 150, ഡെപ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് 5 or 7 അങ്ങനെ എത്രയെന്ന് വെച്ചാൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഗ്ലേസിങ്ങിൻ്റെ തിക്നെസ്, ഉള്ളിലത്തെ ആ ഒരു ഗ്ലേസിങ്ങിൻ്റെ തിക്നെസ് നമുക്ക് ഇവിടെ ഇങ്ങനെ കൂട്ടി കൊടുക്കാം. പിന്നെ ഇവിടെ റെയിൽ ആൻഡ് പാനൽ തിക്നെസ് ഇവിടെ ഇങ്ങനെ കൂട്ടാം. പാനലിൻ്റെ കൗണ്ട് ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. പിന്നെ ഓപ്പൺ ചെയ്യുന്നത്, ഈ വിൻഡോ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മോഡൽ വിൻഡോ ആണ്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് കാസ്മെൻ്റ് ആണ്. കാസ്മെൻ്റ് പറയുമ്പോൾ ഇവിടെ വരച്ചിട്ട് പാനൽ തിക്നെസ്, ഫ്രെയിമിൻ്റെ തിക്നെസ്, വെർട്ടിക്കൽ
ഫ്രെയിമിൻ്റെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ തിക്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഗ്ലേസിങ്ങിൻ്റെ ഉള്ളിലത്തെ ഗ്ലാസിൻ്റെ തിക്നെസ് കൊടുക്കാം. പിന്നെ ഇതിൽ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു നോർമൽ വിൻഡോസ് ഓപ്പൺ ചെയ്യുന്ന പോലെയുള്ള ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ആയിരിക്കും വരിക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഓപ്പൺ ആയിട്ട് വരും. പിന്നെ വരുന്നത് പിവറ്റഡ് ആണ്. പിവറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെയായിരിക്കും ബാക്കി എല്ലാത്തിനും വ്യത്യാസം വരിക. ഇങ്ങനെ ഓപ്പണിംഗ് ആയിരിക്കും വരിക. ഇങ്ങനത്തെ വിൻഡോസ് ഗ്ലാസിൻ്റെ വിൻഡോസ് ഉണ്ടായിരിക്കും ഇങ്ങനത്തെ. ഇതിപ്പോൾ വെർട്ടിക്കൽ റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കലി റൊട്ടേറ്റ് ആവും. ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റൊട്ടേഷൻ. പിന്നെ വരുന്നത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഫിക്സ്ഡ് വിൻഡോ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് മെറ്റീരിയൽ കൊടുക്കുകയാണ് ചെയ്യുക. ബാക്കിയുള്ള ഫ്രെയിമിൻ്റെ പാരാമീറ്റേഴ്സ്, റെയിലിങ്ങിൻ്റെ പാരാമീറ്റേഴ്സും ഗ്ലേസിങ്ങും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് പ്രൊജക്റ്റഡ് ആണ്. പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വരച്ചിട്ട് ഇതിൽ ഓപ്പണിങ്ങിൽ തന്നെയാണ് ചേഞ്ച് വരുന്നത്. ഇവിടെ നമ്മളിതിൽ ഓപ്പണിങ് കൊടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയായിരിക്കും ഓപ്പൺ ആയിരിക്കും. ഫസ്റ്റത്തെ ഒരെണ്ണം ഫിക്സ്ഡ് ആയിട്ട് ബാക്കി രണ്ടെണ്ണം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ. പിന്നെ വരുന്നത് സ്ലൈഡിങ് ആണ്. നമ്മൾ ഡോറ് വരച്ച പോലെ തന്നെ വിൻഡോയും സ്ലൈഡിങ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ. അതിൻ്റെ ഓപ്പണിങ് ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കലി ഓപ്പൺ ചെയ്യാം. രണ്ട് ടൈപ്പിൽ ഓപ്പൺ ചെയ്യാം. നമുക്കൊരു ഇത് ഓൾറെഡി ഇതിൽ 3Dയിലുള്ള വിൻഡോസ് ആണ്. ഇതല്ലാതെ നമുക്കൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഫ്രണ്ട് വ്യൂവിലിടാം. ഫ്രണ്ട് വ്യൂവിലിട്ടിട്ട് നമ്മളിവിടെ ഷേപ്സ് വെച്ചിട്ടാണ് വിൻഡോ വരയ്ക്കുന്നത്. പല ടൈപ്പിൽ നമുക്ക് വരയ്ക്കാം. ബോക്സ് അതൊക്കെ വെച്ച് വരയ്ക്കാം. നമ്മളിവിടെ ഷേപ്സ് വെച്ചിട്ട് ആദ്യം റെക്റ്റാങ്കിൾ എടുത്തിട്ട് വിൻഡോൻ്റെ സൈസ് കൊടുക്കാം. ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈസ് 150 150 സൈസിൽ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുക്കുക. അതായത് നമ്മൾ പഠിച്ചു ഷേപ്സിൽ ലൈൻ ഒഴികെ ബാക്കി എന്ത് വരച്ചാലും നമുക്കതിന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മോഡിഫൈയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം അതിൻ്റെ ഫ്രെയിമാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഫ്രെയിം കൊടുക്കാൻ വേണ്ടി ഫ്രെയിമിന് ഒരു തിക്നെസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ 5 സെൻറ്റിമീറ്റർ തിക്കുള്ള ഒരു ഫ്രെയിം വരയ്ക്കാം. ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്യുക, സ്പ്ലൈൻ ആക്കുക. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ഇതിൻ്റെ ഔട്ട്ലൈൻ ഓപ്ഷൻ ഉണ്ട്. ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഒരു 2.5 അതായത് ഫ്രെയിമിൻ്റെ ഹാഫ് തിക്നെസ് കൊടുക്കാം. 2.5 കൊടുക്കും. ഓക്കെ. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വെർട്ടെക്സിലിടുക. വെർട്ടെക്സിലിട്ടിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെൽഡ് വെർട്ടിസസ് കൊടുക്കാം. ഓക്കെ. അതായത് ഇത് ജോയിൻ ആയിട്ട് വരാനാണ്, 4 കോർണറും ജോയിൻ ആയിട്ട് വരാനാണ്. എന്നിട്ട് നമ്മൾ സെഗ്മെൻറ്റിലോട്ട് ഇടാം. സെഗ്മെൻറ്റിലേക്ക് ഇട്ടിട്ട് അതായത് നമുക്കിതിനിപ്പോൾ 3 പാനലിൻ്റെ വിൻഡോ ആണ് നമ്മൾ വരയ്ക്കുന്നത്. 150 ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മളിതിനെ 3ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇതിനെ ജസ്റ്റ് വന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക. ഈ ഒരു ഇതിന് കൺട്രോൾ യൂസ് ചെയ്തിട്ട് താഴത്തെ ഇതിനെയും സെലക്ട് ചെയ്യും. ഓക്കെ. എന്നിട്ട് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ താഴത്ത് ചേർന്നാൽ കണ്ടോ ഇവിടെ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡിവൈഡ് നമ്പർ 2 കൊടുക്കുക. എന്നിട്ട് ഡിവൈഡ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ലൈൻ കൊടുക്കുക. ക്രിയേറ്റ് ലൈൻ കൊടുത്തിട്ട്
ഇവിടെ സ്നാപ്പ് ഓൺ ആക്കിയിടുക. സ്നാപ്പ് ഓൺ ആക്കിയിട്ടിട്ട് ജസ്റ്റ് ഇതിൽ നിന്ന് ഇതിലോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. എസ്കേപ്പ് അടിക്കുക. ഇതിൽ നിന്ന് ഇതിലോട്ടേക്ക് ജോയിൻ ചെയ്യുക. എസ്കേപ്പ് അടിക്കുക. ഓക്കെ, ഇത്രയും ചെയ്യാം. ഇത്രയും ചെയ്തിട്ട് ജസ്റ്റ് ഈ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആണെങ്കിൽ ജസ്റ്റ് മൂവ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ സെൻറ്ററിലെ ഈ 2 ലൈനിൽ ഫ്രെയിമിൻ്റെ തിക്നെസ് കൊടുക്കുക. ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്യുക. കൺട്രോൾ യൂസ് ചെയ്തിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്പ്ലൈനിലോട്ട് ഇടണം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ പോയിട്ട് ഔട്ട്ലൈൻ ഞാനിവിടെ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിക്നെസ് 5 കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിനെ ബേസ് ചെയ്തിട്ട് ഇത് സെൻറ്ററായിട്ട് വെച്ചിട്ട് 2 സൈഡിലോട്ടും 2.5 ഈക്വൽ ആയിട്ട് ഔട്ട്ലൈനായിട്ട് വരും. സെൻറ്റർ ടിക്ക് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ സെൻറ്റർ ടിക്ക് ചെയ്തിട്ട് കൊടുത്തപ്പോൾ കണ്ടോ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഈ ഒരു സ്പ്ലൈൻ തന്നെ പിക്ക് ചെയ്തിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ സെൻറ്റർ ലൈൻ അല്ലേ, ഇതിൽ നിന്ന് ഒരു 5 ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രെയിമിൻ്റെ തിക്നെസ് കിട്ടും. ജസ്റ്റ് ഈ സ്പ്ലൈനെ സെലക്ട് ചെയ്യുക. ഈ സെൻറ്റർ ഓഫ് ചെയ്യുക. എന്നിട്ട് ഔട്ട്ലൈൻ ഞാനൊരു 5 കൊടുത്തു. ഓക്കെ, ഇങ്ങനെ വന്നു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ട്രിം ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ട്രിം ചെയ്യാം. ട്രിം ചെയ്തു. എന്നിട്ട് വെർട്ടെക്സിലിട്ടിട്ട് ഇതിന് മൊത്തത്തിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ബിൽഡ് വെർട്ടിസസ് കൊടുക്കുക. ഓക്കെ, ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് എക്സ്ട്രൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തിക്നെസ് ഒരു 10 സെൻറ്റിമീറ്റർ. ഫ്രെയിമിൻ്റെ തിക്നെസ് നമുക്ക് എത്രയാണോ വേണ്ടത്, 7 or 10 എത്രയാണോ വേണ്ടെങ്കിൽ അത് കൊടുക്കുക. പെർസ്പെക്റ്റീവിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ഫ്രെയിം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഗ്ലാസ് പാനലിൻ്റെ ഫ്രെയിം വരയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ ഗ്ലാസും കൊടുക്കണം. അതിന് വേണ്ടി വീണ്ടും ഫ്രണ്ടിലിട്ടിട്ട് ജസ്റ്റ് ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ കോപ്പി ചെയ്ത് വെക്കുകയാണ്. ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് കോപ്പി കൊടുക്കുക. ഇൻസ്റ്റൻസ് അല്ല, കോപ്പി കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ എക്സ്ട്രൂഡ് ഓഫ് ആക്കുക. ഇതിൽ എഡിറ്റബിൾ സ്പ്ലൈനിൽ ഈ ഒരു ഔട്ടർ സ്പ്ലൈൻ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഔട്ടർ സ്പ്ലൈനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. അതായത് ഉള്ളിലത്തെ ഫ്രെയിമാണ് നമ്മൾ വരയ്ക്കുന്നത്. എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ഔട്ട്ലൈൻ ഔട്ട്ലൈൻ 5 കൊടുക്കുക ഉള്ളിലത്തെ ഫ്രെയിം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം പുറത്തേക്കായിരിക്കും വരിക. അപ്പോൾ അത് ജസ്റ്റ് അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ സ്പ്ലൈനെ മാത്രം സെലക്ട് ചെയ്തിട്ട് -5 കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. എന്നിട്ട് ഇതിന് നമ്മൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെൽഡ് വെർട്ടിസസ് കൊടുക്കുക. ഇവിടെ എക്സ്ട്രൂഷൻ ഓൺ ആക്കിയിട്ട് എക്സ്ട്രൂഷനിലേക്ക് ഇടുക. അപ്പോൾ ഇതിന് എക്സ്ട്രൂഷൻ വരും. എന്നിട്ട് അതിൻ്റെ തിക്നെസ് നമുക്ക് എത്ര 3 സെൻറ്റിമീറ്റർ പാനൽ തിക്നെസ് വേണ്ടെങ്കിൽ അത് കൊടുക്കുക. പെർസ്പെക്റ്റീവിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഫ്രെയിം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്ലാസ് വരയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ആദ്യം ഇതിനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കാം. ജസ്റ്റ് വേണമെങ്കിൽ കളറൊന്ന് മാറ്റി കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ മെറ്റീരിയലൊക്കെ കൊടുക്കും. ഇവിടെ കളർ കൊടുത്തിട്ട് ഇവിടെ ഈ ഒരു പോയിന്റിനെ പിടിച്ചിട്ട് സ്നാപ്പ് ചെയ്തിട്ട് സ്നാപ്പ് ഓൺ ആക്കിയിട്ടുണ്ടാവും നമ്മൾ ഓൾറെഡി. സ്നാപ്പ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, ഫ്രണ്ട് വ്യൂവിലിടുക. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒരു കോപ്പി എടുത്ത് വയ്ക്കാം. ഒന്നെങ്കിൽ കൺട്രോൾ V കൊടുത്തിട്ട് കോപ്പി എടുക്കാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ടും കോപ്പി എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ്ട്രൂഡ് ഓഫ് ആക്കുക. എഡിറ്റബിൾ സ്പ്ലൈൻ എടുക്കുക. സ്പ്ലൈൻ എടുത്തിട്ട് ഈ ഒരു എല്ലാത്തിൻ്റെയും ഔട്ടർ ബൗണ്ടറീസ് ഇതിനെ സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഉള്ളിലത്തെ പാനൽ മാത്രമാവും. എന്നിട്ട് നമ്മൾ എക്സ്ട്രൂഷനിലോട്ട് ഇടുക. ഇതിൻ്റെ തിക്നെസ് നമ്മളൊരു 1 സെൻറ്റിമീറ്റർ, ഗ്ലാസിൻ്റെ തിക്നെസ് 1 or 0.5 എത്രയാണോ കൊടുക്കണേ അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഗ്ലാസും വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊന്ന് സ്നാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറ്റി വയ്ക്കാം.
ജസ്റ്റ് ഇവിടെ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഉള്ളിലേക്ക് കുറച്ചിങ്ങനെ ഇറങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വൈ ഡയറക്ഷനിലെ വാല്യൂ ഒരു 1 സെൻറ്റിമീറ്റർ എങ്ങനെ കൊടുക്കുക. അപ്പോൾ കണ്ടോ കുറച്ച് ഉള്ളിലോട്ടേക്ക് ഗ്ലാസ് ഇങ്ങനെ കയറി നിൽക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിൽ മെറ്റീരിയൽ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഷേപ്സ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കാം.